HTML എങ്ങനെയാണ് സ്പേസിംഗ് കൊടുക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടൻറ്റിന് ഉള്ളിലോ പുറത്തോ ആയിട്ട് സ്പേസിംഗ് കൊടുക്കണമല്ലോ, നമുക്ക് അലൈൻമെൻ്റ് ഒക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു HTML ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഫയലിൽ എനിക്കുള്ളത് നമ്മളെ മെറ്റാ ടാഗ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് മാർജിൻ ആൻഡ് പാഡിംഗ് ആണ്. ടൈറ്റിൽ മാർജിനും പാഡിങ്ങും എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ബോഡീൻ്റെ ഉള്ളിൽ പുതിയൊരു എലമെൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡിവ് ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഹെഡിങ് 2 പാരഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡിവ് എലമെൻറ്റ് ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ ഡിവ് എലമെൻറ്റ് ഓപ്പൺ ചെയ്തു. ഇതേപോലെ ഹെഡിങ്ങും 2 പാരഗ്രാഫും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡിവ് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു കണ്ടൻറ്റ് റാപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു കണ്ടെയ്നറാണ് ഡിവ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ്സ് ഒരു ബോക്സിലാക്കി വെക്കില്ലേ, അതേപോലെ അടുക്കി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോക്സ്, അതാണ് ഡിവ് എന്ന് പറയുന്നത്. നമ്മൾ ഡിവ് ടാഗ് കൊടുത്ത ഉടനെ തന്നെ നമുക്കത് വിസിബിൾ ആയിരിക്കില്ല. ഉദാഹരണത്തിന് ഞാനിവിടെ ഈ സ്റ്റൈൽ ഞാൻ റിമൂവ് ചെയ്യാണ്. ഞാൻ റിമൂവ് ചെയ്തു, സേവ് ചെയ്തു. ഞാൻ എൻ്റെ HTML ഫയൽ ഇവിടെ റീഫ്രഷ് ചെയ്തിട്ടുണ്ട്. റീഫ്രഷ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ കണ്ടൻറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ടൈറ്റിൽ വരുന്നുണ്ട്, അതേപോലെ ഹെഡിങ് വരുന്നുണ്ട്, അതിൻ്റെ പാരഗ്രാഫും വരുന്നുണ്ട്. ഇനി എന്താണ് ഇവിടെ ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. ഈ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോക്സിന് നമ്മൾ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റൈലാണ് CSS ആണ് ബോർഡർ. അതായത് ഞാൻ ഡിവ് എലമെൻറ്റ് സെലക്ഷൻ യൂസ് ചെയ്തു ഇവിടെ സ്റ്റൈലിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിവ് എലമെൻറ്റിനും ഞാൻ കൊടുക്കുന്ന സ്റ്റൈൽ ആപ്ലിക്കബിൾ ആവും. നമുക്കിവിടെ 2 ഡിവ് എലമെൻ്റാണ് ഉള്ളത്. ഞാനിവിടെ ബോർഡർ 1 പിക്സൽ തിക്നെസ്സിലുള്ള ബോർഡർ കൊടുക്കണം. സോളിഡ് ആയിട്ടുള്ള ബോർഡർ. അതിൻ്റെ കളർ ഓറഞ്ച്, റെഡ് അങ്ങനെ കൊടുത്തു. ബ്രൗസർ റീഫ്രഷ് ചെയ്തപ്പോൾ എനിക്ക് ആ ബോർഡർ കാണാൻ പറ്റുന്നുണ്ട്. സോളിഡ് മാറ്റി ഞാൻ ഡോട്ടഡ് ആക്കി. ഇനി ബ്രൗസർ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോർഡർ നിങ്ങൾക്ക് ഡോട്ടഡായി കാണാൻ പറ്റും. അതേപോലെ ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ 1 പിക്സൽ തിക്നെസ് ഉള്ളത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനത് 5 പിക്സൽ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതേപോലെ കളറ് നിങ്ങൾക്ക് മാറ്റാം. ഞാൻ യെല്ലോ ഗ്രീൻ കൊടുത്തു. അപ്പോൾ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ബോർഡർ എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ സൈഡുകളിൽ ഒരു ബോർഡർ, ഒരു ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു എലമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡർ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ബോർഡറിന് അതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ എങ്ങനെയുള്ള ബോർഡറാണ് കോമൺലി യൂസ് ചെയ്യുന്നത്, സോളിഡ് ആയിരിക്കും. സോളിഡ് എന്ന് പറയുമ്പോൾ ഫുൾ ഫില്ലായിട്ടുള്ള ഒരു ബോർഡർ. പിന്നെ അതേപോലെ കളർ കൊടുക്കാം. ഈ ബോർഡർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോർഡർ എന്നുള്ള CSS പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഈ 3 വാല്യൂസും ഒരുമിച്ച് പാസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും. ബോർഡർ കൊടുക്കുന്ന സമയത്ത് സിംഗിൾ പ്രോപ്പർട്ടിക്ക് പകരം നിങ്ങൾക്കിങ്ങനെ 3 പ്രോപ്പർട്ടി ആയിട്ട് സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും. ബോർഡർ ഹൈഫൺ കളർ, അതിൻ്റെ കളർ പറഞ്ഞു കൊടുക്കാം. ബോർഡർ ഹൈഫൺ വിഡ്ത്ത്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കാം. ബോർഡർ ഹൈഫൺ സ്റ്റൈൽ, സോളിഡ്. ഇനി ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ അപ്ലൈ ആയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ലൊരു രീതിയല്ല. കാരണം നമ്മൾ വീണ്ടും ഒരുപാട് കോഡ് എഴുതി അല്ലേ. ഇതിനുള്ള ഷോർട്ട് ഓപ്ഷനാണ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി മാത്രം കൊടുത്ത് 3 വാല്യൂസ് കൊടുക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് കളർ മാത്രം ഓവർറൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിക്നെസ് മാത്രം ഓവർറൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഏതാണോ നമുക്ക് മാറ്റേണ്ടത് അത് കൊടുക്കാൻ പറ്റും. നമ്മളൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൗസർ ഡീഫോൾട്ടായിട്ട് കുറച്ച് സ്പേസിങ് കൊടുക്കും ആ ഒരു കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ. ഇവിടെ നമ്മൾ HTML ബോർഡർ കണ്ടല്ലോ, ബോർഡറിൻ്റെ പുറത്ത് കുറച്ച് സ്പേസിങ് ഉണ്ട്. ആ സ്പേസിങ് ബ്രൗസർ ഡീഫോൾട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബോഡിക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ആ ഒരു സ്റ്റൈൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡിക്ക് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. അതായത് ബോഡിക്ക് ഞാൻ മാർജിൻ 0 ഓട്ടോ എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ മാർജിൻ വേണ്ട. മാർജിൻ എന്ന് പറയുന്നത് പുറത്ത് കൊടുക്കുന്ന ഏതെങ്കിലും എലമെൻറ്റിൻ്റെ പുറത്തുണ്ടാവുന്ന സ്പേസിംഗ് ആണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിക്ക് മാർജിൻ വേണ്ട എന്നാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ കൊടുത്ത് റീഫ്രഷ് ചെയ്തപ്പോൾ ആ ഒരു സ്പേസിംഗ് ഒഴിവായി കിട്ടി ഇവിടെ. ഇനി രണ്ടാമത് നമ്മൾ
ഈ HTMLൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പാരഗ്രാഫും ടൈറ്റിലും ഒക്കെ സൈഡിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു റീഡബിലിറ്റി ഇല്ല. ആ ഒരു റീഡബിലിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് പാഡിങ് കൊടുക്കാം. പാഡിങ് എന്ന് പറയുന്നത് ഇന്നർ ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സ്പേസിംഗ് ആണ്, ബ്രീതിങ് സ്പേസ് ആണ് പാഡിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എവിടെ പാഡിങ് കൊടുക്കേണ്ടി വരും? നമ്മളെ ഈ കണ്ടൻറ്റൊക്കെ നമ്മൾ റാപ്പ് ചെയ്തിട്ടുള്ള ബോക്സാണ് ഡിവ് അല്ലേ? അപ്പോൾ ആ ഡിവിനാണ് നമുക്ക് പാഡിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിവിൻ്റെ ഉള്ളിൽ ഞാൻ പാഡിങ് 15 പിക്സൽ കൊടുത്തു. അങ്ങനെ കൊടുത്ത് റീഫ്രഷ് ചെയ്തപ്പോൾ അവിടെ സ്പേസിങ് വന്നിട്ടുണ്ട്. ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് 4 സൈഡിലും 15 പിക്സൽ സ്പേസിങ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ആയിട്ടുള്ളത് എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇൻസ്പെക്റ്റ് കൊടുത്തു. ഇൻസ്പെക്റ്റിൽ നിന്ന് ഞാൻ എൻ്റെ ഡിവ് എലമെൻറ്റ് സെലക്ട് ചെയ്തു. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പാഡിങ് കണ്ടോ? ഈ ഒരു എലമെൻറ്റിന്, ഡിവ് എലമെൻറ്റിന് പാഡിങ് 4 സൈഡിലും 15 പിക്സൽ പാഡിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ കൊടുത്ത സ്റ്റൈൽസ് ഇവിടെ കാണാൻ പറ്റും. ആ സ്റ്റൈൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രീൻ കളർ വരുന്നുണ്ടോ? അതാണ് നമ്മൾ അപ്ലൈ ചെയ്ത സ്റ്റൈൽ ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഞാൻ ആ പാഡിങ് റിമൂവ് ചെയ്തപ്പോൾ ആ ഒരു സ്പേസിങ് പോകുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ബ്രൗസറിൽ നിന്ന് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അത് സേവ് ആവില്ല. നിങ്ങൾക്ക് റിയൽ ടൈം അവിടെ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഈ കോഡ് കോപ്പി ചെയ്ത് നിങ്ങൾ റീപ്ലേസ് ചെയ്യണം. ഒരു ഡിവ് എന്ന് പറയുന്നത് നമ്മൾ ബോക്സ് ആണല്ലോ, അതൊരു ബ്ലോക്ക് എലമെൻ്റ് ആണ്. എന്ന് പറയുന്നത് നമ്മളൊരു ബോക്സ് പോലെ തന്നെ, നമ്മളൊരു ബോക്സ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഒരു വസ്തുവാണല്ലോ, നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്കിംഗ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അതേപോലെ തന്നെ ഡിവ് എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് എലമെൻ്റ് ആണ്. പക്ഷേ നമ്മൾ പാരഗ്രാഫ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻലൈൻ എലമെൻ്റ് ആണ്. അതായത് ആ ഒരു ലൈനിൽ നമ്മൾ വേറെ ഒരു എലമെൻറ്റിനെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ബ്ലോക്ക് എലമെൻറ്റും ഇൻലൈൻ എലമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് നോക്കാം. ഇനി നമ്മൾ 2 ഡിവ് തമ്മിൽ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടും കൂടെ ചേർന്ന് ഒരു 2 പിക്സൽ സൈസിൽ ഒരു തിക്നെസ് ആയിട്ടുള്ള ഒരു ലൈൻ ഇവിടെ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യത്തെ ബോക്സ് കഴിഞ്ഞ് ഇവിടെ കുറച്ച് സ്പേസിങ് കൊടുക്കണം അല്ലേ? അതെങ്ങനെ കൊടുക്കാം? നമ്മൾക്ക് 2 ഡിവ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ആദ്യത്തെ ഡിവിന് ഞാനൊരു ID കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ എലമെൻറ്റിന് ഒരു ID കൊടുത്തു, ഫസ്റ്റ് കണ്ടെയ്നർ. എന്നിട്ട് ആ ഒരു IDക്ക് ഞാനൊരു സ്റ്റൈല് കൊടുക്കുകയാണ്. ഞാനിവിടെ എൻ്റെ ആദ്യത്തെ ഡിവിന്, കാരണം ആദ്യത്തെ ഡിവിനാണല്ലോ എനിക്ക് സ്റ്റൈൽ കൊടുക്കേണ്ടത്, അതിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ID കൊടുത്തു. കാരണം രണ്ടാമത്തെ എലമെൻറ്റിനും കൂടെ അപ്ലൈ ചെയ്യണ്ട ഞാൻ കൊടുക്കുന്ന സ്റ്റൈൽ. അപ്പോൾ ID കൊടുത്തതുകൊണ്ട് ഞാൻ CSSൽ അതിന് സ്റ്റൈൽ എഴുതുന്ന സമയത്ത് ഹാഷാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഹാഷ് പിന്നെ IDക്ക് നെയിം എന്താണോ കൊടുത്തത്, ഫസ്റ്റ് കണ്ടെയ്നർ, അതിവിടെ യൂസ് ചെയ്തു. പിന്നെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റൈൽ കൊടുക്കാൻ പോവുകയാണ്. മാർജിൻ ഹൈഫൺ ബോട്ടം 10 പിക്സൽ. അതായത് ബോട്ടം താഴെ നമ്മൾ മാർജിൻ കൊടുക്കുകയാണ്. ഞാൻ ബ്രൗസർ റീഫ്രഷ് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു സ്പേസിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനാണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി പാഡിങ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്രീതിങ് സ്പേസ് ആണ് നമ്മൾ പാഡിങ്. അതായത് ഡിവിന് ആ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് സ്പേസിങ് ഇട്ടു, അത് നടുക്കാണ് നമ്മൾ കണ്ടൻറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യത്തെ ഡിവ് കഴിഞ്ഞ് രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് സ്പേസിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മാർജിൻ ബോട്ടം കൊടുത്തു. ഇതേപോലെ മാർജിനും പാഡിങ്ങും കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല രീതിയിൽ സ്റ്റൈലിംഗ് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് മാർജിൻ ബോട്ടം കൊടുത്തു, അതിന് പകരം മാർജിൻ ടോപ്പ് കൊടുക്കാം, മാർജിൻ റൈറ്റ് കൊടുക്കാം, മാർജിൻ ലെഫ്റ്റ് കൊടുക്കാം. അങ്ങനെ 4 വശങ്ങളിലും ഇതേപോലെ മാർജിൻ ആയാലും പാഡിങ് ആയാലും നിങ്ങൾക്ക് സ്റ്റൈലിംഗ് കൊടുക്കാം. നേരത്തെ നമ്മൾ പാഡിങ് കൊടുത്തപ്പോൾ ഈ 15 പിക്സൽ എന്ന് പറയുന്നത് 4 സൈഡിലും അപ്ലൈ ചെയ്യും. കാരണം ഒരു വാല്യൂ ആണ് നിങ്ങൾ കൊടുത്തത്. പാഡിങ് എന്ന് പറഞ്ഞു ഒരു വാല്യൂ മാത്രമാണ് കൊടുത്തത്. ഞാൻ അതേപോലെ ഇവിടെ മാർജിൻ ബോട്ടം എന്ന് പറഞ്ഞ് ഒരു വാല്യൂ മാത്രം കൊടുത്തു. അതിന് പകരം ഞാൻ മാർജിൻ എന്ന് പറഞ്ഞ് 10 പിക്സലാണ് കൊടുത്തതെങ്കിൽ എല്ലാ സൈഡിലും ആ മാർജിൻ അപ്ലൈ ചെയ്യും. ഞാനിതിവിടെ സേവ് ചെയ്ത സമയത്ത് കണ്ടല്ലോ, ഇവിടെ സ്റ്റൈൽ മാറിയത് കണ്ടോ? അതാണ് ഈ മാർജിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി മാത്രം കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത.
അപ്പോൾ ഇങ്ങനെ മാർജിൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിലോ രണ്ട് സൈഡിലോ മാത്രമാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ വാല്യൂസ് കൊടുക്കണം. ഉദാഹരണത്തിന് ഫസ്റ്റ് വാല്യൂ കൊടുക്കുന്നത് ടോപ്പിനുള്ള വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഞാൻ ടോപ്പിൽ എനിക്ക് ഒന്നും വേണ്ട, മാർജിൻ വേണ്ട, അപ്പോൾ അതിവിടെ ഞാൻ 0 കൊടുത്തു. പിക്സൽ വേണ്ട, ജസ്റ്റ് 0 കൊടുത്തു. ഇനി റൈറ്റിൽ എനിക്ക് എത്രയാണ് വേണ്ടത്? റൈറ്റിലും എനിക്ക് 0 മതി. ബോട്ടം എനിക്ക് 10 പിക്സൽ വേണം. ലെഫ്റ്റ് എനിക്ക് 0. ഇങ്ങനെ ക്ലോക്ക് വൈസ് 4 ഡയറക്ഷനിലുള്ള വാല്യൂസ് കൂടെ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിക്ക്, മാർജിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പാഡിങ്ങിനും കൊടുക്കാം. ഞാനത് റീഫ്രഷ് ചെയ്തപ്പോൾ നേരത്തെ നമ്മൾ മാർജിൻ ബോട്ടം കൊടുത്തപ്പോൾ എന്താണോ വന്നത് അതേപോലെ തന്നെ എവിടെയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് മാർജിൻ. നമ്മൾ 2 രീതിയിലുള്ള വാല്യൂ കൊടുക്കുന്നത് നോക്കി. ഒറ്റ വാല്യൂ ആയിട്ട് കൊടുക്കാം 10 പിക്സൽ, അല്ലെങ്കിൽ ഇതേപോലെ 4 ഓപ്ഷനായിട്ട് കൊടുക്കാം. ഇനി വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് 2 രീതിയിൽ വാല്യൂ കൊടുക്കാം. അതായത് വേർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും. നിങ്ങൾക്ക് വേർട്ടിക്കൽ മാത്രമാണ് സ്പേസിങ് വേണ്ടതെന്ന് വിചാരിക്കുക. വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ടോപ്പും ബോട്ടവും നിങ്ങൾക്ക് സ്പേസ് വേണം, ലെഫ്റ്റും റൈറ്റും സ്പേസ് വേണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ടോപ്പിലല്ലേ, അപ്പോൾ ടോപ്പും ബോട്ടം 10 പിക്സൽ, പിന്നെ ലെഫ്റ്റും റൈറ്റും 0 പിക്സൽ. ഇങ്ങനെ 2 വാല്യൂ ആയിട്ട് കൊടുക്കും. ഇങ്ങനെ 2 വാല്യൂ ആയിട്ട് കൊടുക്കുമ്പോൾ അത് വേർട്ടിക്കൽ, ഹൊറിസോണ്ടൽ എന്ന രീതിയിലാണ് എടുക്കുക. ഞാനത് റീഫ്രഷ് ചെയ്തപ്പോൾ എനിക്ക് ടോപ്പും സ്പേസ് കിട്ടി, ബോട്ടം സ്പേസ് കിട്ടി, ലെഫ്റ്റും റൈറ്റും സ്പേസ് ഇല്ല.